ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചട്നിയാണ്. ഈ ചട്നി നമ്മുടെ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആര്യഭവൻ ഹോട്ടലിലൊക്കെ ഉണ്ടാകുന്ന ഒരു തമിഴ്നാടൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് ആദ്യം ചെറിയുള്ളി കുറച്ചിട്ട്, ഇഞ്ചിയിട്ട്, അതേപോലെ തന്നെ വറ്റൽമുളകും ഇട്ട് ചെറിയ ഫ്ലെയിമിനകത്ത് നമ്മളത് നന്നായിട്ട് വറുത്തും കൊണ്ടിരിക്കണം കേട്ടോ. നല്ലോണം വറുക്കുക. നല്ലോണം വറുത്ത് വരുന്ന പൊട്ടുകടല ആഡ് ചെയ്യുക. പൊട്ടുകടല ഇട്ട് അതിന് ശേഷം നമ്മൾ തക്കാളി ഇടുക കേട്ടോ. തക്കാളി ഒന്ന് മൂപ്പിച്ചെടുക്കണേ. വേണ്ട, തക്കാളി മൂപ്പിച്ചെടുക്കുക. തേങ്ങയിട്ട് നന്നായിട്ട് വഴറ്റണം. ഇനി നമ്മൾ കൂടുതൽ സമയം വഴറ്റണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റോപ്പ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മളിതെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാം. ഇതാണ് നമ്മൾ ചട്നിക്കുള്ളത്. ഈ ചട്നിക്കുള്ളത് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇഡ്ഡലിക്ക് ഒഴിച്ചും കൊണ്ടിരിക്കുക. രാവിലെ ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തിയാണ്. നാളെ ഇപ്പോൾ റംസാനല്ലേ, നാളെ ഇപ്പോൾ മാവുണ്ടായിരുന്നു. മാവിനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ലല്ലോ. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ അധികവും പത്തിരിയും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പം ഈ മാവ് വെറുതെ വേസ്റ്റ് ആവുമോ, കുറച്ചതായിപ്പോയി. അപ്പം അതുകൊണ്ട് മാവ് എടുത്തിട്ട് ഇഡ്ഡലി ചുടാന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് രാവിലെ? ഇപ്പം എന്തും കൂടി കുട്ടികൾക്കൊക്കെ സ്കൂളിലത് കൊണ്ട് നോമ്പിന് ഇപ്പം അമ്മമാർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ലല്ലോ രാവിലെ അല്ലേ. സുബൈ കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല, പിള്ളേരെ സ്കൂളിലേക്ക് വിടണ്ടേ. അതൊരു ടാസ്ക് തന്നെയാണ്. അവർ വലുതാകുന്നത് വരെ അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ വളർത്തി വലുതാക്കി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് തന്നെയാണത്. പിള്ളേരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതല്ല, പരീക്ഷയാണ് വരുന്നത് പിള്ളേർക്ക്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ഫ്ലാറ്റിൽ നമ്മുടെ എറണാകുളത്താണ് താമസിക്കുന്നത്, കാക്കനാടാണ്. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണ്, ഹസ്ബൻഡിൻ്റെ വീടാണ് മണ്ണാർക്കാട്. അപ്പോൾ ഇവിടെ മക്കളൊക്കെ ജോലി ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നു. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ആക്കി കൊടുക്കാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചാൽ അതാണ് ഉണ്ടാക്കാറ്. അപ്പം അത് ഉണ്ടാക്കി അവരെ ഭക്ഷണം കഴിപ്പിച്ച് കൊടുക്കണം. നമ്മൾ മക്കൾ ചെറുതാകുമ്പോൾ അവരുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളതിന് പിന്നാലെ നടക്കും അല്ലേ. അത് കഴിഞ്ഞു അവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫുഡ്, അവരുടെ കാര്യങ്ങൾ, ഓഫീസ്. അമ്മയ്ക്ക് ഒരിക്കലും റെസ്റ്റ് ഒന്നും ഉണ്ടാകില്ലല്ലോ. ഒരു അമ്മയ്ക്കും, അമ്മ ശരിക്കൊരു ടീച്ചറാണ്, ഡോക്ടറാണ്, എല്ലാതുമാണ് അമ്മ. ഭയങ്കര സന്തോഷമായിരിക്കും അമ്മയ്ക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാകുന്നത് മക്കൾക്ക്. ഇപ്പം നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമ്മളുണ്ടാക്കിയ ഇഡ്ഡലി. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടോ, നല്ല ഇതുണ്ട്. നിങ്ങൾ പഞ്ഞ് പോലെയുണ്ട് കണ്ടോ. തൊടുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കണം കേട്ടോ. എന്നാലും ആ ഇഡ്ഡലിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ ചമ്മന്തി ഒഴിക്കുക. ചമ്മന്തി ഒഴിക്കുമ്പോൾ ഇഡ്ഡലിക്ക് നന്നായിട്ട് നമ്മൾ ചമ്മന്തി ഒഴിക്കണം കേട്ടോ. വേണ്ട, ഈ ചമ്മന്തിയും കൂട്ടി ഒന്ന് കഴിക്കണം. ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇതുണ്ടോ ഇഡ്ഡലി ചമ്മന്തി. ഈ ചമ്മന്തി ഒന്ന് കൂട്ടി നിങ്ങൾ കഴിച്ചു നോക്കിയാട്ടെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇതുണ്ടോ
സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണിത് ഇഡ്ഡലി. ഇതിങ്ങനെ എടുത്ത് ഇതിനകത്ത് മുക്കി അൽഹംദുലില്ലാഹ് ഭയങ്കര രസം കേട്ടോ ഇഡ്ഡലിക്ക്. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടെ ഇഡ്ഡലി. അരിയും ഉഴുന്നും കുറച്ച് ചോറും ഇടുക, കുറച്ച് സാബൂന് 2 ടേബിൾ സ്പൂൺ സാബൂൻ അരിയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഇട്ടിട്ട് അരി നരച്ചിട്ട് ഇഡ്ഡലി ചുട്ട് വെക്കും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര ഹാർഡായ ആരും കഴിക്കില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡ്ഡലി കണ്ടോ. പാലക്കാടൻ ഇഡ്ഡലി, പാലക്കാട്ടുകാരുടെ സ്വന്തം ഇഡ്ഡലിയും പാലക്കാട്ടുകാരുടെ നല്ല ചട്നി. ഈ ചട്നിയാണ് നമുക്ക് ഹോട്ടലുകളിൽ കിട്ടുന്നത്. പാലക്കാടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആര്യഭവനിലും ഒക്കെ കിട്ടുന്ന ചട്നിയാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഈ ചട്നിക്ക്.